ഇസ്ലാമിനെ എതിർത്തവർ, ഖുർആനിനെ എതിർത്തവർ, പ്രവാചകരെ എതിർത്തവർക്കൊക്കെ അള്ളാഹു നൽകിയ തക്കതായ ശിക്ഷ അങ്ങനെയാണ്. അബൂലഹബിന്റെ മക്കൾ ഉത്ബയും ഉതൈബയും, അതിൽ ഉതൈബ എന്ന് പറയുന്ന മകന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഉമ്മു കുൽസൂമിനെ നബി തങ്ങൾ വിവാഹം ചെയ്തു കൊടുത്തു. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ആയത്തും ഈ സംഭവമൊക്കെ അബൂലഹബ് നശിക്കട്ടെ എന്നുള്ള ആയത്തൊക്കെ ഇറങ്ങിയപ്പോൾ അബൂലഹബിന് ദേഷ്യം. എങ്കിലും ഉതൈബയെ വിളിച്ചു, മോനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉത്ബത്തിനെയും വിളിച്ചിട്ട് പറഞ്ഞു, നീ റുഖയ്യയെ തലാക്കില്ല, നീ ഉമ്മു കുൽസൂമിനെ തലാക്കില്ല. നബി തങ്ങളുടെ രണ്ട് മക്കള് അവർ രണ്ടുപേരും തലാക്കില്ല, ഒക്കെ വീട്ടിൽ പോയിരിക്കട്ടെ. ഉതൈബ എന്ന് പറയുന്ന മകൻ, അബൂലഹബിന്റെ മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് ചെന്നു, മകളെയും കൂട്ടി ഉമ്മു കുൽസൂമിനെയും കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ദാ ഉമ്മു കുൽസൂമിനെ കൊണ്ടുവന്നിട്ടുണ്ട്, എടുത്തു കയറ്റിക്കും, നമുക്ക് മതി, തലാക്കല്ലേ ഇരിക്കുക. കാരണം ഇവൾ എന്നെയും സ്നേഹിക്കുന്നില്ല, ഞാൻ നിന്നെയും സ്നേഹിക്കുന്നില്ല മുഹമ്മദേ എന്ന് പറഞ്ഞ പ്രവാചകൻ കോളറിൽ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. നബി തങ്ങളുടെ ഷർട്ടിൽ ഖമീസിൽ കയറി പിടിക്കാൻ ശ്രമിച്ചു. എന്ന് മാത്രമല്ല, മുഖത്തേക്ക് കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുഖകമലത്തിലേക്ക് കാർക്കിച്ചു തുപ്പാൻ തുനിഞ്ഞു. അല്ലാഹു അത് തടഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. മോശം കാക്ക എന്നല്ല നമ്മൾ പറയാ, ഭാര്യയുടെ വാപ്പയാണ്, ഭാര്യയുടെ വാപ്പയുടെ കോളറിൽ കയറി പിടിക്കാൻ. ആരാണത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. മകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മരുമകൻ തന്നെ പ്രയാസപ്പെടുത്തുകയാണ്. ഈ മരുമകനോ തന്റെ കുടുംബത്തിൽ തന്നെ ഏറ്റവും സ്നേഹനിധിയാകുന്ന മൂത്താപ്പയുടെ മകനുമാണ്. ആ ബന്ധം വെച്ചിട്ടാണ് വിവാഹം ചെയ്തു കൊടുത്തത്. നബി തങ്ങളുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പൻ. നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിതുഹു സല്ലിത് അലൈഹി കൽബൻ മിൻ കിലാബിക യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നിന്റെ നായവർഗത്തിൽ നിന്നുള്ളതായ ഒരു വസ്തുവിനെ കൊണ്ട് ഇവനെ നീ പിടിക്കണേ അല്ലാഹ്, ഇവന്റെ നാശം അങ്ങനെ ആക്കണേ അല്ലാഹ്. പ്രവാചകർ ഒരാൾക്കുമെതിരെ അങ്ങനെ ദുആ ചെയ്തിട്ടില്ല. നബി തങ്ങളെ അത്രയേറെ വേദനിപ്പിച്ചപ്പോ, നബി തങ്ങളുടെ മകളെ ത്വലാഖ് ചൊല്ലി വിഷമിപ്പിച്ചപ്പോ, തന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോ, നബിയുടെ കോളറിനെ പിടിച്ചുകൊണ്ട് പ്രവാചകരെ വിഷമിപ്പിച്ചപ്പോ, നബി തങ്ങൾ എതിരായി ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ, നിന്റെ നായവർഗത്തിൽപ്പെട്ട ഒരു നായയെ കൊണ്ട് ഇവനെ നീ പിടിക്കണേ അല്ലാഹ്. വർഷങ്ങൾ കഴിഞ്ഞുപോയി. അബൂലഹബിന്റെ മകനാകുന്ന ഉതൈബയ്ക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആളുകൾ പറയുന്നുണ്ട്, മുഹമ്മദ് നിനക്കെതിരെ ദുആ ചെയ്തതാണ്, തീർച്ചയായും അത് ഭരിക്കുമെന്ന് പറയുന്നുണ്ട്. ശാമിലേക്കുള്ള യാത്രയാണ്, കച്ചവട സംഘത്തോടുള്ള യാത്രയാണ്. അബൂലഹബ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു സ്ഥലത്ത് നിന്ന് രാത്രിയിൽ തമ്പടിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, അതിന്റെ പരിസരത്തുള്ളവർ പറഞ്ഞു, ഇവിടെ വന്യജീവികളുടേതാകുന്ന പ്രശ്നമുണ്ട്, ഇവിടെ സിംഹം ധാരാളം ഇറങ്ങുന്ന സ്ഥലമാണ്, സിംഹം ധാരാളം ഉണ്ട്, ശ്രദ്ധിക്കണം. അബൂലഹബ് അപ്പോഴാണ് ഓർത്തത്, മുഹമ്മദിന്റെ ദുആ ഫലിക്കും, അവൻ സത്യസന്ധനാണ്, ഫലിച്ചാൻ ചാൻസ് ഉണ്ട്. അബൂലഹബ് എന്ത് ചെയ്തു? ആദ്യം മുഴുവനും ഒട്ടകത്തെ കൊണ്ട് വലയം ചെയ്തു. അതിന്റെ നടുക്ക് കുതിരകളെ നിർത്തി, അതിന്റെ നടുക്ക് മനുഷ്യരെ നിർത്തി, ഒട്ടകത്തിന്റെ വെളിയിലും പ്രജകളെ നിർത്തുകയാണ്, ചുറ്റും കാവൽപ്പടന്മാർ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ കിടന്നിട്ടാണ് മകനും ഉപ്പയും കുടുംബവും ഉറങ്ങുന്നത്. വലിയ കാവൽപ്പടന്മാരുടെ വലിയ നിരകളെ തന്നെ നിർത്തിയിട്ടുണ്ട്. സിംഹം വരികയാണെങ്കിൽ, പിടിമൃഗം വരികയാണെങ്കിൽ, വിശക്കുന്നെങ്കിൽ ആരെ തിന്നുള്ളൂ? മൃഗങ്ങൾ ചുറ്റും നിൽപ്പുണ്ട്, ആ മൃഗങ്ങളെ പിടിക്കും. ഇല്ലെങ്കിൽ ഇത്രയും കൂട്ടം ആളുകളുണ്ട്, അവരാരെങ്കിലും പിടിച്ചോണ്ട് പോകും. ചെന്നാ മതിയല്ലോ, കഴിച്ചാ പോരെ, ഏതെങ്കിലും ഒന്ന് മതിയല്ലോ. എന്തായാലും മകനെ സംരക്ഷിക്കാൻ പറ്റും, ഉറപ്പിച്ചു. രാത്രിയായി, ചരിത്രം വിശാലമാണ്, ചുരുക്കട്ടെ. താനൂരിലുള്ള പ്രിയപ്പെട്ട, മലപ്പുറം ജില്ലയിലുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ അറിയണേ, നേരം ഇരുട്ടു, ജനങ്ങളെല്ലാവരും ഉറക്കിലേക്ക് വഴുതി മാറി. അതാ കടന്നു ഒരു സിംഹം. ഈ സിംഹത്തെ പറഞ്ഞയച്ചത് അല്ലാഹുവാണ്, ആ സിംഹത്തെ സൃഷ്ടിച്ചതും അല്ലയല്ലേ. ആ സിംഹം കടന്നു വന്നു, എല്ലാത്തിനും മീതെ പറന്നിറങ്ങുന്നു. അബൂലഹബിന്റെ മകന് വന്നുകൊണ്ട് റാഞ്ചുകയാണ്, അവനെ പിടിക്കുകയാണ്, കടിച്ചു കീറിക്കൊണ്ട് കഷ്ണമാക്കിയിടുകയാണ്. അബൂലഹബിന്റെ മുഖത്തടിച്ചതുപോലെ
അബൂലഹബ് ജീവിച്ചിരിക്കുമ്പോ സ്വന്തം മകന്റേതാകുന്ന മയ്യത്ത് കാണുകയാണ്. മയ്യത്തിൻ്റെതാകുന്ന ശവസംസ്കാരം നടത്താൻ പറ്റാത്ത നിലക്ക് ചന്ന ഭിന്നമാക്കി കളയുകയാ. നബി തങ്ങളുടെ മുഖത്തേക്ക് കൈവച്ചവനല്ലേ, കോളറിന് പിടിച്ചവനല്ലേ, ഇന്നവന്റെ നെഞ്ച് കാണാനില്ല, അവനെ കാണാൻ പോലും ഇല്ല. ആ കോലത്തിൽ അല്ലാഹു ചന്ന ഭിന്നമാക്കി. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, സമ്പാദിച്ചതൊന്നും അവന് ഗുണം ചെയ്യില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ സൂറത്ത് ഇന്ന് മഗ്രിബിനും പള്ളികളിൽ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോഴും ആ സൂറത്ത് ഓതാൻ കാലാകാലം ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ലോക മുസ്ലിമീൻ. അബൂലഹബിന് ഒരൊറ്റ പ്രാവശ്യം ചെയ്തോളൂ. തബ്ബല്ലക മുഹമ്മദ്, മുഹമ്മദ് നിനക്ക് നാശം ഉണ്ടാവട്ടെ. അലിഹാദാ ജമഅതന, ഇത് പറയാനാണോ ഞങ്ങളത് ഈ വിലപ്പെട്ട സമയത്ത് ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിയതെന്ന് ചോദിച്ച് ഒരു പാറക്കല്ലിന്റെ ചീലെടുത്ത് ഇങ്ങനെ എറിയുന്ന പോലെ കാണിച്ചു. സംഭവം ഖിയാമത്ത് നാൾ വരെ അവര് ശാപം. നാളെ ആഖിറത്തിൽ നരകം. അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ചെറിയൊരു ഇളവ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് തിങ്കളാഴ്ച ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രസവിക്കപ്പെട്ടു. തന്റെ സഹോദരന് ഒരു ആൺകുട്ടി പിറന്നു എന്നറിഞ്ഞപ്പോ അത് വന്നുകൊണ്ട് സന്തോഷം പറഞ്ഞ സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയെ ആ സന്തോഷാധിക്യത്താൽ സന്തോഷവരും പറഞ്ഞതിന്റെ പേരിൽ മോചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് മാത്രം ഒരു ഇളവ്, തിങ്കളാഴ്ച ദിവസം ഒരു ഇളവ്, തന്റെ വിരലിലൂടെ ഒരൽപ്പം വെള്ളം കുടിക്കാനുള്ള അവസരം അല്ലാഹു കൊടുത്തു. അതൊക്കെ എല്ലാ മുഫസ്സിരീങ്ങളും വ്യക്തമാക്കിയ സംഭവം. അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ അദാബാണ്. മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വാലിഹീങ്ങളെ ചേർക്കണേ അല്ലാ, ആബിദീങ്ങളെ ചേർക്കണേ അല്ലാ. റസൂലുള്ളാഹിയോട് മഹബ്ബത്തുള്ള സ്വാലിഹീങ്ങളിൽ ചേർക്കണേ അല്ലാ. وفينا رسول الله يتلو كتابه إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാടിയ പാട്ടാണ്. അതൊക്കെയാണ് മദ്ഹ്. ഇതൊരു സാധാ പ്രവാചകനാണെന്നല്ലേ വേറെ ചില ആളുകൾ വാദിക്കുന്നത്. ഒരു സാധാ സീത പ്രവാചകരല്ല ഇത്. നബിയെ മദ്ഹ് ചെയ്ത സ്വഹാബത്തുണ്ടോ? നൂറുകണക്കിന് സ്വഹാബത്തുണ്ട്. പറഞ്ഞുതരാം, കേൾക്കണം, ചെവി വേണം, ശരിക്കും തുറന്നു വെച്ചോ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബിദ്അത്തിന്റെ ആളുകൾ, ദലാലത്തിന്റെ വക്താക്കൾ അവരെപ്പോഴും ചോദിക്കുന്ന ചോദ്യം നബിയുടെ കാലത്ത് മൗലിദുണ്ട്. ചോദ്യം കേട്ടവർക്ക് നബിയുടെ കാലത്താരും ജീവിച്ചത് സൂഫിയായിട്ട് ചോദിക്കാൻ നബിയുടെ കാലത്ത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നബിയുടെ കാലത്തുള്ളതൊക്കെ ഇവൻ ചെയ്യുള്ളൂ. ഇവൻ BMW വാങ്ങിച്ചത് നബിയുടെ കാലത്താണ്. ഇവൻ 2 നില വീട് വെച്ചത് നബിയുടെ കാലത്താണ്. ഇവൻ അപ്പിയിടുന്ന യൂറോപ്യൻ ക്ലോസറ്റ് നബിയുടെ കാലത്താണ്. ഇവൻ ടൈൽസ് വിരിച്ചിട്ട് വീട് വെച്ചത് നബിയുടെ കാലത്തുള്ള. അറച്ചിലും ആൾക്കാർക്ക് അവൻ്റെ നബിയുടെ കാലത്ത് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എല്ലാം നബിയുടെ കാലത്തുള്ളത് വെച്ച് ആയിക്കോട്ടെ. ഇപ്പൊ നബിയുടെ മദ്ഹല്ല നീ ചോദിച്ചു, അതുകൊണ്ടെന്നേരം നീയെങ്കിലും നന്നായിക്കും. സ്വഹാബി പാടുകയാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. وفينا رسول الله يتلو كتابه إذا انشق معروفا من الفجر ساطع. ഞങ്ങളിൽ ഒരു പ്രവാചകരുണ്ട്.
സൂര്യന്റെ അരുണോദയ കിരണം പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയമായി കിഴക്കുന്ന ഉദിക്കുന്ന വേളയിൽ ഖുർആൻ ഞങ്ങൾക്ക് ഓതി തന്നുകൊണ്ട് ഞങ്ങൾ ആത്മീയ ശാന്തുര തീരത്തേക്ക് എത്തിക്കുന്ന പ്രവാചകരാണത്. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ മഅറൂഫൻ മിനൽ ഫജ്രി സാതിയു അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മൂഖിനാതുൻ അന്ന മാ ഖാല വാഖിയു. ഇരുളുകൾക്ക് ശേഷം പ്രകാശത്തിന്റെ പ്രഭയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന, സംസ്കാരശൂന്യരായ ഞങ്ങളെ സംസ്കാരമുള്ളവരാക്കി കൊണ്ടുവന്ന പ്രവാചകരാണത്. നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് പ്രകീർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്രവാചകരെ കൊണ്ട് ഹൃദയം കൊണ്ട് ഉറപ്പിക്കുന്നു, അന്നമാ ഖാല വാഖിഉ, നബി തങ്ങൾ പറയുന്നത് പുലരും കേട്ടോ, നബി തങ്ങൾ പറയുന്നത് സംഭവിക്കും കേട്ടോ, ഞങ്ങൾക്ക് ഉറപ്പാണ്, ഉറപ്പാണ്. തീർന്നില്ല, നബിയെ വീണ്ടും മദ്ഹ് ചെയ്യുകയാണ്. യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഇദാ ഇസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മലാജിഉ. അവിശ്വാസികളായ ആളുകൾ നല്ലതുപോലെ പുതപ്പെട്ടുകൊണ്ട് പുതച്ചു കിടന്നുകൊണ്ട് രാത്രിയിൽ പരിപൂർണമായി നിദ്രയിലേക്ക് പോകുമ്പോ രാത്രിയിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന വ്യക്തിയാണ് എന്റെ പ്രവാചകരെന്ന് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ലോകം മുഴുവനും ഉറങ്ങുമ്പോൾ ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നവരാണ് എന്റെ പ്രവാചകൻ. ഇതങ്ങോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾപ്പിച്ചാണ് പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഖല്ലകും ലാ യുഖാലു ലകും അർറഫസ. നിങ്ങളുടെ സഹോദരനായ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്. അദ്ദേഹം പറഞ്ഞത് പാഴ്വാക്കല്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ശേഷം ഇനി ഒരു കൗമ് ഇത് പാഴ്വാക്കാന്ന് വരുമെന്ന് പറയുമെന്നറിയാം. അത് മനസ്സിലാക്കിയിട്ടായിരിക്കും നബി തങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കി. നബിയെ മദ്ഹ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത് ഒരു കൗമ് ഇനി വരുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്ത്? ഇന്ന അഖല്ലകും ലാ യുഖാലു ലകും അർറഫസ. റഫസ എന്ന് പറഞ്ഞാൽ പാഴ്വാക്ക്, ആവശ്യമില്ലാത്ത വാക്കല്ല പറഞ്ഞത്. പറഞ്ഞ വാക്ക് കൃത്യമാണ്, ശരിയാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ അംഗീകരിച്ചു എന്നർത്ഥം മദ്ഹ് ചെയ്തു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിയുടെ മുന്നിൽ മദ്ഹ് ചെയ്തപ്പോൾ നബി അംഗീകരിച്ചു, അംഗീകാരം കൊടുത്തു. എത്ര സംഭവമുണ്ട്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊരു സാധാ പ്രവാചകരല്ല. ആ പ്രവാചകരുടെ അടുക്കൽ വന്നുകൊണ്ടാണ് എല്ലാവരും വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞിരുന്നത്. നബി തങ്ങളെ പ്രകീർത്തിച്ചു എത്രയോ സഹാബത്ത്. ഐഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഒരിക്കൽ പ്രവാചകരെ വല്ലാതെ വിഷമിപ്പിച്ചുകൊണ്ട് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പാട്ടുപാടി നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഐന ഹസാൻ, എന്നെ ഹസാൻ എവിടെ? ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എവിടെ, എവിടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഐഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്പസമയത്തിനകം ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വന്നു. ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് വയാ ഹബീബല്ലാഹ്. എന്റെ മാതാപിതാക്കൾ അവിടുത്തേക്ക് സമർപ്പണം റസൂലേ. ലബ്ബൈക യാ ഹബീബല്ലാഹ്. തങ്ങൾക്കിതാ ഉത്തരം. നബി തങ്ങൾ പറഞ്ഞു, കേൾക്കുന്നില്ലേ ഹസാനെ, എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്കുകൾ മുശ്രിക്കീങ്ങൾ പറഞ്ഞു നടക്കുന്നത് കേട്ടില്ലേ? മറുപടി പറയണം ഹസാനെ, ഹസാനെ. ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടി പുകഴ്ത്തുകയാണ്, പുകഴ്ത്തുകയാണ്.
പറയുകയാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു ഫഇൻദല്ലാഹി ഫീ ദാലികൽ ജസാഉ. ഹജൗത മുഹമ്മദൻ ബർറൻ ഹനീഫാ റസൂലല്ലാഹി ശീമതുഹുൽ വഫാഉ. നീയും കൃത്യമായി ആക്ഷേപിക്കുന്നത് ബഹുമാനപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പാടുകയാണ്. അല്ലയോ മുശ്രിക്കീങ്ങളെ, നിങ്ങൾ ആക്ഷേപവർഷം ചൊരിയുന്നത് എന്റെ ഹബീബിനെയാണ്, ഹബീബിനെയാണ്. ഹജൗത മുഹമ്മദൻ ഫഅജിബ്തു അൻഹു. ആ മുഹമ്മദ് നബിയെ ആക്ഷേപിക്കുന്നതിന് ഞാനാണ് നിങ്ങൾക്ക് പ്രതിരോധം തീർക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകുകയാണ്. ഫഇൻദല്ലാഹി ഫീ ദാലികൽ ജസാഉ. ഹബീബായ നബി തങ്ങളെ പ്രകീർത്തിക്കലുമുണ്ട്, നബി തങ്ങളെ മദ്ഹ് ചെയ്യലുമുണ്ട്. എനിക്ക് ആഖിറത്തിൽ അല്ലാഹുവിന്റെ ദർബാറിൽ പ്രതീക്ഷയാണ്, പ്രതീക്ഷയാ. കൂലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്, ഉറപ്പാണ്. നബിയുടെ മുന്നിൽ വെച്ചാ പാടുന്നത് ഫഇൻദല്ലാഹി ഫീ ദാലികൽ ജസാഉ. നബിയെ മദ്ഹ് ചെയ്തുകൊണ്ട് ശത്രുക്കൾക്കെതിരിൽ പ്രതിരോധം തീർക്കുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാടില്ല, പാടരുത് എന്ന് നബി പറഞ്ഞ അങ്ങനെ പറഞ്ഞ വേണ്ടിയില്ല. കാരണം മദ്ഹ് ചെയ്ത കൂലിയുണ്ട്. അതുകൊണ്ട് നബി കേട്ടിരിക്കാൻ മദ്ഹ് ചെയ്യാനാ വിളിച്ചു വരുത്തിയത്, മദ്ഹ് ചെയ്യാനാണല്ലോ വിളിച്ചു വരുത്തിയത്. ഹദീസുണ്ട്, ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യളഉൽ ഹസ്സാന മിംബറൻ ഫിൽ മസ്ജിദി. തിർമിദിയിലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മദ്ഹ് ചെയ്യാൻ വേണ്ടി, നബി തങ്ങളെ മദ്ഹ് ചെയ്യാൻ മദീന പള്ളിയിൽ ഒരു സ്റ്റേജ് തന്നെ കെട്ടിക്കൊടുത്തിരുന്നു. ഒരു സ്റ്റേജ്, ഒരു മിംബർ കെട്ടിക്കൊടുത്തു ഹബീബ് മുഹമ്മദ് മുസ്തഫ നബിയെ പ്രകീർത്തിക്കാൻ. മൗലിദുണ്ടോ എന്ന് ചോദിക്കുന്നവർ 1400 വർഷം മുമ്പ് ജീവിച്ചിരുന്നോലെയാ. നബിയെ മദ്ഹ് ചെയ്തിട്ടേ ഉള്ളൂ എല്ലാവരും. അല്ലാഹുവിനെ മദ്ഹ് ചെയ്ത പ്രവാചകരല്ലേ, പിന്നെന്തിന് സ്വഹാബത്ത് പഠിക്കണം? പിന്നെന്തിന് സ്വഹാബത്ത് പഠിക്കണം? മദ്ഹ് ചെയ്യാത്തവൻ, സ്വാലിഹീങ്ങളെ മദ്ഹ് ചെയ്യാത്തവൻ നല്ലവനല്ല. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീ എണ്ണി പറയണമെന്ന് മുസ്ലിമിനോട്, സാദാസീത മനുഷ്യനോട് അല്ലാഹു പറയാണ്. സാദാസീത മനുഷ്യനോട് നിനക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നീ എണ്ണി പറയണേ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആര്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ആര്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാരണം ഖുർആൻ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും കാരുണ്യത്തിന്റെ ദൂതനായിട്ട് അയച്ചു ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് ഹബീബായ നബി തങ്ങളെ അയച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു തന്നെ പറഞ്ഞത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فبذلك فليفرحوا هو خير مما يجمعون. പരിശുദ്ധ ഖുർആനിൽ കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് എന്ന പദം പ്രയോഗിച്ചിട്ട് പറഞ്ഞു ഫബിദാലിക ഫലഫറഹു. ആ റഹ്മത്താകുന്ന പ്രവാചകരെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൻ. നിങ്ങൾ എന്ത് ഒരുമിച്ച് കൂട്ടുന്ന സദസ്സിനേക്കാളും, ഏതെല്ലാ സദസ്സുകൾ ഒരുമിച്ച് കൂട്ടിയാലും അതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം ആ പ്രവാചകരുടെ പേരിൽ ഒരുമിച്ച് കൂട്ടുന്ന മജ്‌ലിസാണ് പരിശുദ്ധ ഖുർആൻ. നമ്മുടെ തെളിവുകളാണ്, സാധാരണ ഇതിൽ പറയാനുള്ള തെളിവുകളാണ്. അതിനപ്പുറം പ്രവാചകരെ മദ്ഹ് ചെയ്തു ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം. ഹജൗത മുഹമ്മദൻ ബർറൻ ഹനീഫാ റസൂലല്ലാഹി ശീമതുഹുൽ വഫാഉ. നിങ്ങൾ എതിർക്കുന്നത് പ്രവാചകരെയാണ്. ആ പ്രവാചകരാണെന്നറിയുമോ? സംശുദ്ധമായ ജീവിതം നയിച്ച പ്രവാചകരാണ്. നല്ല കറകളഞ്ഞ വ്യക്തിത്വമാണ്. ഋജുവായ ജീവിതം നയിച്ച മനുഷ്യനാണ്. മറ്റുള്ള ആദർശങ്ങളിൽ നിന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് പരിപൂർണമായി നിലകൊള്ളതായ വ്യക്തിയാണ്. എല്ലാ മോശപ്പെട്ട ആദർശങ്ങളെ ഒഴിവാക്കി ഇസ്ലാമിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന വ്യക്തിയാണ് റസൂലുള്ളാഹി.
വസീമത്തുൽ വഫാഉ. വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തീർന്നില്ല. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു വീണ്ടും പാടുകയാണ്, ഫഇന്ന അബീ വവാലിദഹു വഇർദീ ലിഇർദി മുഹമ്മദിൻ മിൻകും വിഖാഉ. എന്റെ വാപ്പയും എന്റെ വല്യപ്പയും എന്റെ അഭിമാനവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിക്കാൻ ഞങ്ങൾ കാലാകാലം അതിനു വേണ്ടി തയ്യാറാണ്. ഹബീബായ നബി തങ്ങളെ പോറലേൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ലിഇർദി മുഹമ്മദിൻ മിൻകും വിഖാഉ. അല്ലയോ പ്രവാചകർക്കെതിരിൽ പാട്ടുപാടി നടക്കുന്ന മുശ്രിക്കീങ്ങളെ, നിങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ വാപ്പയും വല്യപ്പയും എന്റെ അഭിമാനവും ഹബീബായ നബിതങ്ങൾക്കുള്ളതാ. ഞങ്ങൾ നബിതങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്കെതിരിൽ പ്രതിരോധം തീർത്തുകൊണ്ട് നിലകൊള്ളുമെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഈ പാട്ട് പാടിയ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സി. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഹസ്സാൻ ഇബ്നു സാബിത്തിനെ നീ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാഹ്. മാ നാഫഹ അൻ റസൂലില്ലാഹ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുകൂലമായി ശത്രുക്കൾക്കെതിരിൽ നിലകൊള്ളുന്ന കാലഘട്ടത്തോളം അദ്ദേഹത്തിന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കൊണ്ട് നീ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി. നബി തങ്ങൾ ദുആ ചെയ്തു തനിക്ക് അനുകൂലമായി മദഹ് ചെയ്ത സ്വഹാബിയ. മനസ്സിലാക്കണം. അതുകൊണ്ട് ചെറുപ്പക്കാര് ഏതെങ്കിലും അവിടെ ഇവിടെയൊക്കെ റീൽസ് രണ്ടെണ്ണം ഇട്ടിട്ട് ഏതെങ്കിലും ബിദ്അത്തിന്റെ വലാലത്തിന്റെ വക്താക്കൾ രണ്ട് റീൽസ് ഇട്ടിട്ട് നബിദിന അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുമ്പോ ഇളകാൻ നിൽക്കണ്ട. നിന്റെ സുന്നത്തമാത്തിന് ഇളക്കം തട്ടണ്ട. അടിസ്ഥാനമുണ്ട്. ഇത് വെറുതെ കബളിപ്പിക്കാൻ പറയുന്നതല്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പുതിയ തലമുറയിലെ സഹോദരിമാർ, പുതിയ തലമുറയിലെ സഹോദരങ്ങൾ, ജാഗ്രതയിൽ നിങ്ങളുടെ ദീനിന് നഷ്ടം വരുത്തരുത്. പ്രവാചകരോടുള്ള സ്നേഹത്തിൽ നിങ്ങൾ കളങ്കം വരുത്തരുത്. ഒരൽപ്പം പോലും കുറയരുത്. സ്നേഹം കൂടണം. അതാണ് വേണ്ടത്. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഖൈർ. നമ്മുടെ ഈ പള്ളിയിൽ ദർസ് നടത്തിയ വ്യക്തിയല്ലേ മഹാനായ വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പാടിയതല്ലേ, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇന്നൽ ഇലാഹി മുനഇമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കാരുണ്യത്തിന്റെ പ്രവാചകരെ മദ്ഹ് ചെയ്യലാണ് ഏറ്റവും ഉന്നതമാകുന്ന അമല് കേട്ടോ. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. ഹബീബായ നബി തങ്ങളെ ഇഷ്ടം വെക്കലും ആ പ്രവാചകരുടെ മദ്ഹ് ചെയ്യലുമാണ് മനുഷ്യ മാനവ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൽ. അതൊക്കെ വെറുതെയാണ്. അത് മൂപ്പര് പാടിയതല്ലേ. അതൊക്കെ ഹദീസിന്റെ ബിംബലമുണ്ട്. ഹായ്മേ അല്ല പഠിക്കണ്ടേ? വല്ല അറിയാവോ? അറിയാവോ? അക്ഷരം വായിച്ചിട്ടുള്ള വിവരല്ലേ ഉള്ളൂ. ഏതെങ്കിലും ബുക്ക് വായിച്ചിട്ട് മലയാള ഭാഷ വായിച്ചിട്ടുള്ള വിവരല്ലേ ഉള്ളൂ. പരിഭാഷ വായിച്ചിട്ടുള്ള അറിവല്ലേ ഉള്ളൂ. ഒരു ഹദീസ് പറഞ്ഞുതരാം, ശരിക്കും ശ്രദ്ധിച്ചോ. അന്നബി ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബ നിങ്ങൾക്കറിയുമോ അയ്യുൽ അഅമാലി
അഅ്മാലി അഹബ്ബു ഇലല്ലാഹ് അതദ്റൂൻ അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ? ഏതാ? ഖാല ഖായിലും മിൻഹും ഉടനെ സ്വഹാബത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു അത്രേ അസ്സലാത്തു വസ്സകാത്ത് ഏറ്റവും നല്ല അമൽ നിസ്കാരമല്ലേ റസൂലേ, സകാത്തല്ലേ ഹബീബേ. മറ്റൊരാൾ പറഞ്ഞു അൽ ജിഹാദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദാണ് ജിഹാദാ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതല്ല മറുപടി അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അൽ ഹുബ്ബു ഫില്ലാഹ് അല്ലാഹുവിനുള്ള ഇഷ്ടമാണ്, അല്ലാഹുവിനുള്ള കോപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരാളെ പ്രിയം വെക്കൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരാളോട് കോപിക്കൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ. അള്ളാഹുവിന്റെ വിഷയത്തിൽ ആരെയാ ഇഷ്ടം വെക്കേണ്ടത്? ലോകത്തെ ഏറ്റവും കൂടുതൽ ആദ്യം ഇഷ്ടം വെക്കേണ്ടത് ആരെയാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതല്ലേ നബി തങ്ങൾ വിശദീകരിച്ചു തന്നത്. ഈ ഹുബ്ബിന്റെ നിർവചനം എന്ത്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ ജീവിതത്തിൽ നീ ഒരുമിച്ച് കൂട്ടിയ സമ്പാദ്യത്തെക്കാൾ, നിന്റെ കുടുംബത്തെക്കാൾ, നിന്റെ മക്കളെക്കാൾ, നിന്റെ കച്ചവട സമുച്ചയത്തെക്കാൾ അല്ലാഹുവും അവന്റെ റസൂലുമാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകേണ്ടത്. നബി തങ്ങളോട് മഹബ്ബത്ത് വരണം, അപ്പോഴേ ഈമാൻ ഉണ്ടാവുകയുള്ളൂ. ഭാര്യയോടുള്ള സ്നേഹം അത് നിനക്ക് ഇഷ്ടമാണ്. കാമുകിയോടുള്ളതാകുന്ന പ്രേമം, പലരും പറയുമല്ലോ അത് പ്രേമം. നബി തങ്ങളോടുള്ളത് ഈമാനിന്റെ മഹബ്ബത്താണ്. ഈമാൻ വേണമെങ്കിൽ, മുഅ്മിനാകണമെങ്കിൽ എന്ത് വേണം? നബി തങ്ങളെ ഇഷ്ടം വെക്കണമെന്നാണ് പറഞ്ഞത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. ഏറ്റവും ഇഷ്ടം ആരോടാകണം? അല്ലാഹുവിന്റെ റസൂലിനോടാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരേക്കാൾ? മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അവന്റെ മാതാപിതാക്കൾ, അവന്റെ മക്കൾ, അവന്റെ ലോകത്തുള്ള ലോക ജനതയെക്കാളൊക്കെ ഏറ്റവും പ്രിയമാരാകണം ഹബീബായ നബി തങ്ങൾ. ഖുർആൻ പറഞ്ഞത് ഖുൽ ഇൻ കാന ആബാഉകും ഔ അബ്നാഉകും ഔ ഇഖ്വാനുകും ഔ അസ്വാജുകും ഔ അശീറതുകും ഔ അംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره. ഈ സമുദായത്തോട് പറഞ്ഞു കൊടുക്കണേ ഹബീബേ, അവർ അറിവില്ലാത്തവരാണ്, അവർ വിവരദോഷികളാണ്, അവർ ബിദ്അത്തിന്റെ വലാലത്തിന്റെ വക്താക്കളുടെ വാക്ക് കേട്ടുകൊണ്ട് പിഴച്ചു പോയതായ ആളുകളാണ്. ഖുൽ നബിയെ പറയണം, ഇൻകാന ആബാഉകും വഅബ്നാഉകും വഅഖ്വാനുകും وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي
ബിഅംരിഹി. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ മക്കളെക്കാൾ, നിങ്ങളുടെ ഭാര്യയേക്കാൾ, നിങ്ങളുടെ കുടുംബത്തെക്കാൾ, നിങ്ങളുടെ ഭർത്താവിനേക്കാൾ, നിങ്ങളുടെ സമൂഹത്തെക്കാൾ, നിങ്ങൾക്ക് നഷ്ടം ഭയക്കുന്നതായ കച്ചവടത്തെക്കാൾ, നിങ്ങളുടെ സ്ഥാപനങ്ങളെക്കാൾ, നിങ്ങളുടെ സ്വന്തത്തെക്കാൾ അല്ലാഹുവും അവന്റെ റസൂലും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരവുമാണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയമല്ലാതെ കടന്നു വരുന്നത് എങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ പ്രതീക്ഷിക്കണേ ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി. നിങ്ങൾക്ക് ജീവിതത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണേ. അള്ളാഹുവിന്റെ കഠോരമാകുന്ന ശിക്ഷയെ കാത്തിരിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ലോകത്ത് സർവ്വതിനേക്കാളും മാനവ ഏറ്റവും പ്രിയം വെക്കേണ്ടത് ഹബീബായ നബി തങ്ങളെയാണ്. അതാണ് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പാടിയത്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. നബി തങ്ങളെ ഇഷ്ടം വെക്കലും ആ നബിയെ പ്രകീർത്തിക്കലുമാണ് ഏറ്റവും ശ്രേഷ്ഠമാകുന്ന അമല് കേട്ടോ. ആ അമല് ചെയ്താൽ ജീവിതം രക്ഷയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബിയെ ഇഷ്ടം വെക്കണം, നബിയെ പ്രകീർത്തിക്കണം. ഇത് രണ്ടും ഖൈറുൽ അമൽ. ഞാൻ അതിന് മുകളിൽ ഒരു അഫ്വൽ തഫ്ദീലിന്റെ വസിലില്ല. ഏറ്റവും ശ്രേഷ്ഠമാകുന്ന അമലാണത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനാണ് നമ്മൾ ഈ മജ്ലിസിൽ വന്നത്. അതിനാണ് മജ്ലിസുൻ നൂർ. എന്തിനാ മജ്ലിസുൻ നൂർ? ചിലർക്കുണ്ട് ചൊറിച്ചിൽ. മജ്ലിസുൻ നൂറിന്റെ ക്യാപ്റ്റൻ ആരാ? എടാ, ഈ മജ്ലിസുൻ നൂറിൽ ആദ്യം പേരുച്ചരിക്കുന്നത് ആരുടെയാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കി. ചിലർക്ക് കൊണ്ട് ഇളക്കാണ്, ഒന്നുമില്ല. സുന്നികൾക്ക് തന്നെ ചിലർക്ക് വെപ്രാളവൻ. ലാസ്റ്റ് വരും എന്തെങ്കിലും മിണുങ്ങാൻ വേണ്ടി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശാപ്പാട് വയറ് നിറയ്ക്കുവാനുതകുന്നതാ എന്നും പറഞ്ഞവ മുഴുവനും തട്ടുന്നതാ. വിദേഹത്തിന്റെ ചില ആൾക്കാർ ലാസ്റ്റ് വന്നിട്ട് പാടുന്ന പാട്ടായത്. എന്ത്? ശാപ്പാട് വയറ് നിറയ്ക്കാൻ ഉതകുന്നതാണ്, അതുകൊണ്ട് മുഴുവൻ കഴിക്കാൻ കഴിക്കില്ല. വിശക്കുമ്പോൾ കഴിക്കാൻ പറ്റുന്ന സാധനമാണല്ലോ ഭക്ഷണം. അതുകൊണ്ട് മൗലിദിന്റെ പങ്കായാലും ചെയ്യാം, കഴിക്കാം. മൗലിദ് ഓതാൻ പാടില്ല, മജ്ലിസിന് ഓതാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ ഏറ്റവും വലിയ മദ്ഹല്ലേ. സമയമില്ല, ഇല്ലെങ്കിൽ ആയത്തോ ദിവസമൊക്കെ വെച്ച് എത്ര പറയാൻ, നേരം വിളിക്കുന്നവരോ പറഞ്ഞാലും തീരൂല. എത്ര വേണമെങ്കിലും ഓതാം. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഹർക്കും വബ ഇവയൊക്കെയും കാക്കുന്നതാ, കണ്ണീർ ഹസദ് നീങ്ങുവാൻ ഉതകുന്നതാ. എൻ്റെ ഉമ്മയുടെ ഉപ്പുകൂടിയാണ് വന്നിരാകുന്ന തഴവ ഉസ്താദ്. അല്ലാഹു അടുത്ത നിറച്ചു ഉയർത്തട്ടെ. മവാഹിബുൽ ജലീൽ കോറിയിട്ട വരികളാണ്. മൗലിദ് എവിടെയൊക്കെ ഓതണം? പള്ളിയിലും മദ്രസയിലും കച്ചവടത്തിലും പോകുന്നതിന് പുറമെ എവിടെ കൂടി ഓതണം? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാണ്. വീട്ടിലൊക്കെ ഓതണം. ഈ റബീഉൽ അവ്വൽ ഓതിയവരൊക്കെ ഒന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ട് നോക്കാൻ? വീട്ടിൽ ഓതിയവർ. അല്ലാഹു തൗഫീഖ് തരട്ടെ, ബർക്കത്ത് വിരിയട്ടെ. ഓതിയവർക്ക് അതിന്റെ ഐശ്വര്യം ഉണ്ടാവും. അൽഹംദുലില്ലാ, മലബാറിൽ 1 മുതൽ 30 വരെ ദിവസങ്ങളുണ്ട്. ഞങ്ങളുടെ തെക്ക് ഭാഗത്തൊക്കെ 1 മുതൽ 12 ആവും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കെട്ടിപ്പൂട്ടി വെച്ച് അടുത്ത റബീഉൽ അവ്വൽ കഴിഞ്ഞ് എല്ലാ പള്ളികളിലും ഇല്ല. വീടുകളിൽ തീരെ കുറവാണ്. ഓതുന്നവർ വളരെ വിരളമാണ്. അല്ലാഹു നമ്മുടെ സാലിഹീങ്ങളെ ചേർക്കുമാറാവും. അറിയാവുന്നവർക്കറിയാം, അവര് നിത്യം പാരായണം ചെയ്യും.
എല്ലാ ദിവസവും ഓതും. അതിലൊരു ബർക്കത്തുണ്ട്, അതിലൊരു ഐശ്വര്യമുണ്ട്. എല്ലാ കള്ളന്റെ ഫിത്നകളിൽ നിന്ന്, ശുറൂർ ഫസാദുകളിൽ നിന്ന്, കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിൽ നിന്ന്, അസൂയയിൽ നിന്ന്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു സംരക്ഷണം നൽകുന്നതാകുന്ന ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുക, മദ്ഹ് ചെയ്യുക. അത് സ്വഹാബത്ത് ചെയ്തിരുന്നതാണ്. നബി തങ്ങൾ അതിനെ വലിയതാകുന്ന പ്രാർത്ഥന ചെയ്തു കൊടുത്തു. മദ്ഹ് ചെയ്യുന്നവരെ സ്റ്റേജ് കെട്ടിക്കൊടുത്തു. ചരിത്രമാണ്, മനസ്സിലാക്കണം. ഒന്നും ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രവാചകരെ സ്നേഹിച്ചോ. ആ പ്രവാചകർ നമ്മളെ കൈവശം തന്നിരിക്കുന്ന ഖുർആനിന്റെ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കും.